മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയിൽ നിന്ന് സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി പരിശുദ്ധ അമ്മ മുടിധരിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ ജപമാലയിൽ ധ്യാനിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ട സ്വർഗ കിരീടത്തെക്കുറിച്ചുള്ള ധ്യാനം ഈ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണം. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാക്കി ദൈവം മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. മുടിധരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയാല് മുടിധരിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ ജീവിച്ചത് മുഴുവനും ഈ കിരീടം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും അമ്മയുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും അമ്മ കണ്ടത് മുഴുവൻ സ്വർഗത്തിന്റെ മുടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം മറ്റൊന്നും ആയിരിക്കരുത്, സ്വർഗത്തിന്റെ കിരീടം. സ്വർഗ കിരീടം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ അധ്വാനിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും അതിന്റെ വഴിയിലൂടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അതിനു വേണ്ടുന്ന സുവിശേഷ ഭാഗം ഈശോനാഥൻ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 22-ാമത്തെ അധ്യായത്തിന്റെ 34 മുതലുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്, അതിനുവേണ്ടി നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. കർത്താവിന്റെ അരികിലേക്ക് വന്ന് കുറെ നിയമപണ്ഡിതർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിയമത്തിലെ അതിപ്രധാന കൽപ്പന ഏതാണ്? ഈശോടെ പറയാണ്, നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം നേടിയെടുക്കാൻ, സ്വർഗകിരീടം നേടിയെടുക്കാൻ നീ ചെയ്യേണ്ട കാര്യം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. നിന്റെ സന്തോഷത്തിൽ നിൽക്കരുത്, നിന്റെ സങ്കടങ്ങളിൽ നിൽക്കരുത്. ഈ സന്തോഷം നിനക്ക് നൽകാൻ കഴിവുള്ള, സങ്കടം എടുത്തു മാറ്റാൻ കഴിവുള്ള ദൈവത്തെങ്കിലേക്ക് നീ നോക്കണം. പരിശുദ്ധ അമ്മ നോക്കിയത് മുഴുവനും ദൈവത്തെങ്കിലേക്കല്ലേ? അമ്മയുടെ കണ്ണു മുഴുവനും ദൈവത്തെങ്കിലേക്കായിരുന്നു, സ്വർഗത്തിലേക്കായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ സദാസമയവും ദൈവത്തിലേക്ക് നോക്കി ദൈവത്തെ സ്നേഹിച്ചു. അമ്മയുടെ കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കരുണയല്ലേ, ദൈവത്തിന്റെ സ്നേഹമല്ലേ? ദൈവത്തെക്കുറിച്ചല്ലേ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത് മുഴുവനും? അമ്മ കൈവിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാ? അവന്റെ അരികിലേക്ക് പോകാൻ, ദൈവത്തിന്റെ പുത്രന്റെ അരികിലേക്ക് പോകാനല്ലേ എന്ന് പറഞ്ഞ് അമ്മ എപ്പോഴും സ്വർഗത്തെ ലക്ഷ്യം വെച്ചു. ആ അമ്മ സ്വർഗത്തെ ലക്ഷ്യം വെച്ചപ്പോ അമ്മയുടെ ഉള്ളിൽ നിറയെ സ്നേഹിച്ചത് ആരെയാ? ദൈവത്തെയാ. ഇതുപോലെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച സ്വർഗകിരീടം നേടിയെടുക്കണം എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളില് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. നമ്മുടെ ഉള്ളു മുഴുവനും ദൈവത്തെ കുറിച്ചുള്ള സ്നേഹവും ചിന്തകളുമായിരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സദാസമയവും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുക, എപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കും. എന്നിട്ട് ഈശോ പറയുകയാണ്, നീ നിന്റെ സഹോദരനെ കൂടെ സ്നേഹിക്കണം, മനുഷ്യനെ മാനിക്കണം. പരിശുദ്ധ അമ്മ സ്വർഗരാജ്ഞിയായി തീർന്നത് എങ്ങനെയാ? ദൈവത്തെ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിച്ചു. വീണ്ടും മനുഷ്യരെ കൂടെ സ്നേഹിക്കുക. അമ്മയുടെ മുമ്പിൽ ആരൊക്കെ കണ്ണുനീരൊഴുക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ? അമ്മ അവരെ ദൈവത്തിന്റെ പക്കലേക്ക് സമർപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം മേടിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ഗർഭിണിയായ പരിശുദ്ധ അമ്മ ചെന്ന് സഹായിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തെ അമ്മ സഹായിക്കുന്ന നമ്മൾ കാണുന്നത്. മനുഷ്യ സ്നേഹമായത്. ജീവിതത്തിൽ ആർക്കെല്ലാം ആവശ്യമുണ്ടോ അവരുടെ മുൻപിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്ന അമ്മ അവരെ സഹായിക്കുന്നതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ കാണുന്നത്. അമ്മ മനുഷ്യനെ കൂടെ മാനിച്ചു, സ്നേഹിച്ചു. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു, മനുഷ്യനെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. മനുഷ്യന് നന്മ ചെയ്തു. അപ്പോൾ സ്വർഗകിരീടം അമ്മയ്ക്ക് കിട്ടി. നമുക്കും സ്വർഗകിരീടം കിട്ടണമെങ്കിൽ മനുഷ്യനെ മാനിക്കണം. നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ആവശ്യക്കാർ വരുമ്പോൾ അവരുടെ ആവശ്യം അറിഞ്ഞ് സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യം അറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും, ഭൂമിയിലെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒപ്പം സ്വർഗകിരീടം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. സ്വർഗത്തെ നമുക്ക് ലക്ഷ്യം വെക്കാം. സ്വർഗകിരീടം നേടിയെടുക്കുന്നതിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കാം, മനുഷ്യനെ സ്നേഹിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച്
ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. ദൈവത്തെ പരിപൂർണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുന്ന എല്ലാ ചിഹ്നം നീക്കുക. മനുഷ്യനെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുന്ന വെറുപ്പും ദേഷ്യവും എല്ലാം ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റുക. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുഷ്ടാത്മ ശക്തികൾ മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.